ദൈവാത്മാവ് ബോധ്യം തരിക, ഇതിനകത്തിരിക്കുന്ന ചിലരെ അല്പകാലത്തിനുള്ളിൽ പുതിയ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പേരൊരു പുതിയ കൃപ വ്യാപരിക്കണം? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ബെഡ്റൂം സ്വപ്നമുറിയാകാൻ പോവുക? റബല ഘടമനമല ദുസ്വപ്നങ്ങൾ കാണിക്കുന്ന പൈശാചിക തലങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ദൈവം ക്യാൻസൽ ചെയ്യുക. വിശ്വാസമുണ്ട്, നിനക്ക് ദൈവ സ്വപ്നങ്ങൾ തരും. നിന്റെ കുഞ്ഞിനെ കുറിച്ചൊരു സ്വപ്നം, നിന്റെ വീടിനെ കുറിച്ച്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 28 to 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. മതി. വളരെ പരിചിതമായ ഒരു തിരുവെഴുത്തിൽ നിന്നുകൊണ്ടാണ് അല്പസമയം നിങ്ങളോട് ദൈവത്തിൻ്റെ സന്ദേശം കൈമാറാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ധന്യനായ പൗലോസ്ലീഹ മിലേത്തോസിൽ നിന്നുകൊണ്ട് എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു വലിയ ഉത്തരവാദിത്വം അവരെ ഭരമേൽപ്പിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. താൻ വളരെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും വാർത്തെടുത്ത ദൈവസഭയെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് മൂപ്പന്മാരെ പറഞ്ഞേൽപ്പിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. 4 കാര്യങ്ങൾ പൗലോസ് അവരെ ഫലമേൽപ്പിക്കുക. അവരെ ബോധവൽക്കരിക്കുന്ന, അതാണ് ആദ്യത്തെ ഭാഗം. സഭയെന്ന് പറയുന്നത് സ്വന്തം രക്തത്താൽ ദൈവം സമ്പാദിച്ച സമ്പാദ്യമാണ് സഭ. മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഏറ്റെടുക്കുന്ന ശുശ്രൂഷയിൽ നിൽക്കുന്ന സഭ വ്യക്തികളുടെയല്ല, അതവൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യം. 2 സ്തോത്രം. മൂപ്പന്മാരോട് പറയുകയാണ്, ആ സഭയെ മേയിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുക. ഇനി നിങ്ങളുടെ കടമയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പി. ഇതൊന്നും, ഈ ഭാഗം ഒന്നും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. സഭയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വില ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സഭയുടെ പിമ്പിലെ മുതൽ മുടക്കിയത് ഒരു പാസ്റ്റർമാരുമല്ല, ഒരു വിശ്വാസിയുമല്ല. ഈ സഭയുടെ മുമ്പിൽ മുതൽ മുടക്കിയത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഞാൻ എന്താണ് എന്നൊക്കെയാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. വായിക്കേണ്ട ചില വാക്യങ്ങളുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സഭയെന്ന് പറഞ്ഞാൽ ഇവിടെ പണിത ബിൽഡിംഗ് അല്ല.
ഈ ടെന്റ് അല്ല. തിരുവല്ലായിൽ ഒരു സഭക്കാർ പണിത മാർബിൾ മണി സൗധമല്ല സഭ. സഭയെന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ജനമാണ് സഭ. കർത്താവ് പഠിപ്പിക്കുക, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് പറയുക, പാതാള ഗോപുരങ്ങൾ അതിനെ അങ്ങനെയെങ്കിലും ഒരു ഉറപ്പ് തരിക, ആർക്കും ജയിക്കാൻ പറ്റാത്തൊരു പണി നിന്നിൽ യേശു ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവരെ സ്തോത്രം ചെയ്യാവൂ. നിന്നെ തോൽപ്പിക്കാൻ ഒത്തിരി പേര് എഴുന്നേറ്റിട്ടും അവര് തോറ്റുപോകാൻ കാരണം നീ കൂടുതൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടല്ല, നിന്റെ അകത്തൊരു പണി നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എത്ര എത്ര എതിരികൾ നിനക്ക് വന്നു, എത്ര എത്ര തടസ്സങ്ങൾ നിനക്ക് തന്നു. ഉത്തമ ബോധ്യം വേണം, നിന്നെ ദൈവം പണിതുകൊണ്ടിരിക്കുക. ആ ആശയം മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ ദൂതിൻ്റെ ഗൗരവമേറിയ ഭാഗത്തോട്ട് നമുക്കിന്ന് ഇറങ്ങണം. ഞാൻ വീണ്ടും പറയുക, അവൻ്റെ രക്തത്തിൻ്റെ വിലയാ സഭ. ആരുടെ? ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാ. എന്ന് പറഞ്ഞാൽ ഒരു സഭ ഉടലെടുക്കുവാൻ കാരണം ഒരു ദൈവദാസനുമല്ല, ഒരു ദൈവമക്കളുമല്ല, ക്രിസ്തുവാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനത്തിലോട്ട് നമുക്ക് വരാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പറയുക, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, നിന്നെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താല. അപ്പം നിന്റെ വീണ്ടെടുപ്പിന്റെ പിമ്പിൽ ഒരു രക്തമുണ്ട്. അതാരുടെ രക്തമാ? കുഞ്ഞാടിന്റെ രക്തമാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ രക്തത്തിനകത്താ ജീവൻ അടങ്ങിയിരിക്കുന്നത്. രക്തത്തിനകത്താ അല്ലേ? നമ്മൾ എത്രയോ ആവർത്തി വേർത്ത് കുളിക്കാറുണ്ട്. 800 ചൂടൊക്കെ എന്തോ വേർപ്പല്ലേ. ഒരു ഉടുപ്പൊക്കെ ഇട്ടാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഫാനൊക്കെ ഇട്ടില്ലെങ്കിൽ ഊരി നമുക്ക് പിഴിഞ്ഞാൽ ഒരു കോപ്പ വെള്ളം കിട്ടും. അതുപോലെ വേർപ്പാ. വേർത്തേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോയി പെട്ടെന്ന് പച്ചവെള്ളം കുടിക്കാറുണ്ടോ? എന്നാൽ കൈ മുറിഞ്ഞ് കുറെ ബ്ലഡ് പോയാലോ? നിൽക്കുന്നില്ല. ഒരു 4-5 കുപ്പി അങ്ങ് പോയാൽ 5 മിനിറ്റ് കൊണ്ട് ഒന്നും പറയണ്ട, അവൻ താഴെ വീഴും. കാരണം ജീവൻ അടങ്ങിയിരിക്കുന്നത് എവിടാ? ബൈബിളിൽ ചോദ്യമുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നിനക്ക് നൽകാതിരിക്കുമോ? അപ്പം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിന്റെ നടപ്പിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. വെറും രക്തമല്ല, എന്തുവാ? വിലയേറിയ. മിണ്ടുന്നില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സ്തോത്രം. എന്തുവാ? വിലയേറിയ. ഈ വിലയേറിയതിനെ വില കുറച്ച് കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അത് വലിയ പറയാറില്ലേ? ഒരു വാച്ച് കണ്ടിട്ട് വലിയ സ്റ്റൈലൊന്നുമില്ല. കാരണം അയാൾ പറയാ, ഈ വാച്ച് കണ്ടോ, ഭയങ്കര വിലയുള്ള.
ശ്രദ്ധിക്കണം. ഭയങ്കര ഒരു വീട് കണ്ടപ്പോൾ വലിയ സ്റ്റൈലൊന്നും പുറത്തൊന്നും കണ്ടില്ല, പക്ഷേ ഭയങ്കര മുതൽ മുടക്കി വെച്ചതാ. ഇവിടെ പദമാ വിലയേറിയ രക്തം. ഇനി നിങ്ങൾ സ്തോത്രം, ഇച്ചുടെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുകയാണ് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഈ രക്തം വീണ്ടെടുത്ത രക്തമാണെങ്കിലും ഇത് ഇന്നും ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഏതു വലിയ പാപിയെയും കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾക്ക് അറിയാമോ, ഈ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് അടിപൊളി വസ്ത്രമൊക്കെ ധരിച്ച് ഇവിടെ വന്നിരുന്ന് ഫാനിൻ്റെ കീഴിരുന്ന് സ്വോത്രം പറയാൻ പറ്റിയ. അല്ലെ കാളയുടെ കയറെ പിടിച്ചുകൊണ്ട് പള്ളിയിൽ പോകണ്ട നിന്നെ. ഗ്ലോറി. കാറ് കൊണ്ട് പാർക്ക് 800 കാറുകളാണ് കിടക്കുന്നത്. ഒന്ന് നോക്കിക്ക്, അങ്ങേ അറ്റം വരെ കാർ. ഇത് അടിപൊളിയായിട്ട് ഗുസിയുടെ പെർഫ്യൂം അടിച്ച കുട്ടിക്കുറായുടെ പൗഡറും ഇട്ട് ദൈവത്തിന് സ്തോത്രം. നീ ഇന്നിവിടെ മിടുക്കനായിട്ട് വന്നിരിക്കാൻ കാരണം ഒരുവൻ രക്തം ഒഴുക്കിയത് കൊണ്ടാണ്. മനസ്സിലായി വരുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യത്തിൻ്റെ ഗൗരവത്തിലോട്ട് ഞാൻ വരാം. ഇന്നിവിടുന്ന് ആരാധന കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ആടിൻ്റെ കയറെ പിടിക്കേണ്ട നിന്നെ, കാളയുടെ കയറെ പിടിക്കേണ്ട നിന്നെ, ആരാധനയ്ക്ക് രക്തത്തിൻ്റെ മണം കേൾപ്പിക്കേണ്ട നിന്നെ, ആ രക്തം ഒരിക്കലായി അർപ്പിച്ച് ഇനിയൊരു യാഗമില്ല. ഇബ്രാഹിം ലേഖന കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തം. ഞാനിവിടെ ഒരു ദൂത് പറയാം. നിങ്ങൾക്കറിയാമോ, ചില പൈശാചിക ശക്തികൾക്ക് രക്തം കൊടുത്താലേ പ്രസാദിക്കത്തുള്ളൂ. എന്തുവാ എന്ന് പറഞ്ഞ എന്തുവാ? രക്തം കൊടുത്താലേ പ്രസാദിക്കത്തുള്ളൂ. ചില പൈശാചിക തലങ്ങളിൽ ചില കണ്ടിട്ടില്ലയോ, കോഴിയം കൊണ്ട് ആരാധിക്കാൻ പോകും. അവിടെ ചെന്ന് കോഴിയെ വെട്ടി കോഴിയുടെ ചോര ആ പള്ളി വീണ് കഴിയുമ്പോൾ പ്രസാദിക്കും. തൊട്ടപ്പുറത്തെ കടയിൽ ആ കോഴിയുടെ ഫ്രൈ കിട്ടുകയും ചെയ്യും. അതെന്നെ ശ്രദ്ധിച്ചു കേൾക്കണം, ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കണം. ചില മന്ത്രവാദികൾക്ക് കോഴിയുടെ ചോര വേണം. എത്ര രക്തം കുടിച്ചിട്ടും ദാഹം തീരാതെ കലിതുള്ളി നടക്കുന്ന പൈശാചിക ശക്തി ഈ തിരുവല്ലായുടെ മണ്ണിൽ താണ്ഡവ നൃത്തം ആടുമ്പോഴും അവര് ഭയപ്പെടുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തമാണ്. മനസ്സിലായവരെ ദൈവത്തെ സ്തുതിക്കാവൂ. ഹല്ലേലൂയ. ഇന്നിവിടെ വ്യാപരിക്കുന്ന ശക്തി ആ രക്തത്തിൻ്റെ ശക്തിയാ. ജീസസ്, ഇന്ന് നീ കൃപായുഗത്തിൽ നിനക്ക് കിട്ടിയ പുതിയ നിയമം അവന്റെ രക്തത്തിലൂടെ വന്ന നിയമമാ. ഒരാമയും വരുന്നില്ല. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ന്യായപ്രമാണമല്ല, പുതിയൊരു നിയമമാ. ആ നിയമം പുറത്തു വന്നത് എവിടുന്നാണെന്നറിയാമോ? ഈ രക്തത്തിലൂടെയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമുക്കതൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഏതു പാപവും കഴുകുന്ന രക്തം. സ്തോത്രം. എന്നോട് ദൈവാത്മാ പറയാ, അശുദ്ധനെ വിശുദ്ധനാക്കുന്ന രക്തം, അശുദ്ധി കഴുകിക്കളയുന്ന രക്തം. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കൊടും പാപികൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തം ഇന്നിവിടെ ചലിച്ചോണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ നമ്മുടെ എല്ലാ ശരീരത്തൂടെ രക്തം ഒഴുകുന്നുണ്ടല്ലേ, ഓടുന്നുണ്ടല്ലേ, ഓടുന്നില്ലേ? നിങ്ങൾ നോക്കിയേ, ഇവിടം മുറിഞ്ഞാലും രക്തം വരും, ഇവിടം മുറിഞ്ഞാലും രക്തം വരും. കാല് മുറിഞ്ഞാലും രക്തം വരും, കൈ മുറിഞ്ഞാലും
തല മുറിഞ്ഞാലും എന്തോ ചെയ്യും? നമ്മളെ ഫുള്ളി രക്തത്തിനകത്താ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ? രാത്രി എന്നാ പമ്പിങ്ങാണ് നടക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങിയ പമ്പിങ്ങാ ഇതുവരെ നിന്നിട്ടില്ല. നിന്നാ ഭിത്തിയെ കയറും. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ടൊയോട്ടയുടെ വണ്ടി വാങ്ങിച്ച അവർ പറയുന്നൊരു കാര്യമുണ്ട്, 5000 സർവീസാ. ഹുണ്ടായിക്കാർ പറയുന്നേ 5000 സർവീസാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വണ്ടി സ്റ്റാർട്ടാക്കിയാൽ ഞാൻ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിക്കുന്നൊരു പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു, ബോംബെ നിന്ന് ഇവിടെ വരെ വണ്ടി ഓടിക്കാൻ എത്ര ദിവസം എടുക്കും? ട്രക്കാ. പുള്ളി പറഞ്ഞു മിനിമം 4 ദിവസം. ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും ഓഫ് ചെയ്യുമോ? പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഓഫ് ചെയ്യും. അല്ല, ഇല്ലേ എഞ്ചിൻ കത്തിപ്പോ. ഞാൻ ചോദിക്കുക, 60 വയസ്സുള്ള പുള്ളിയോട് ചോദിക്കുക, അമ്മയുടെ ഉദരത്തിൽ നിന്ന് തമ്പുര സ്റ്റാർട്ടാക്കി വിട്ടതാ, ഇതുവരെ ഓഫായില്ലല്ലോ, ഒരു ഇഞ്ചിനും കത്തിയില്ലല്ലോ. നിന്നെ ഉണ്ടാക്കിയ സിസ്റ്റം വേറെയാ, നിന്നെ നിർമ്മിച്ച സിസ്റ്റം. ഗ്ലോറി ടു ഗോഡ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, അപ്പം നമ്മുടെ ശരീരം മുഴുവൻ രക്തമാ അല്ലേ? അല്ലേ? ആണെന്നേ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമ്മുടെ കൈ മുറിഞ്ഞു. കൈ മുറിയുമ്പം കുറച്ച് രക്തം താഴെ പോകുമ്പം പ്രായമുള്ളവരും കൈ പൊക്കിയ അനുഭവിച്ചില്ലയോ? കൈ പൊക്കിപ്പിടി, തലയ്ക്ക് മുകളിൽ. അപ്പൊ ചോദ്യം, നമ്മുടെ കൈയെന്ന് മുറിഞ്ഞു താഴെ പോയ ബ്ലഡ് ഏതേലും ലാബിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് സിറിഞ്ചിനകത്ത് തിരിച്ചെടുത്ത് നമ്മുടെ കയ്യെ കുത്തിവെച്ചിട്ടുണ്ടോ? അതെന്നാ കാര്യം? ഇത് നിന്റെ ബ്ലഡ് സെക്ഷൻ അകത്തുനിന്ന് താഴെ പോയാൽ പിന്നെ കൊള്ളുകയില്ല. എന്നാൽ കാൽവറിയുടെ ഒരു ദർശനം പറയാം. മണിക്കൂറുകൾ ഒരുവൻ രക്തം ഊറ്റുകയാ. പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗോഥ വരെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിയിട്ട് നിവർത്തിയായി എന്ന് പറഞ്ഞവൻ പറയുക. ശ്രദ്ധിച്ചു കേട്ടോളം, ശ്രദ്ധിച്ചു കേട്ടോളം, ശ്രദ്ധിച്ചു കേട്ടോളം. ഇന്നും ആ രക്തം സംസാരിക്കുന്ന രക്തമാ, ഇന്നും ആ രക്തം കഴുകുന്ന രക്തമാ. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ഊറ്റിക്കുടിക്കുന്ന ദുരാത്മാവിന്റെ രക്തത്തിന്റെ കൊതി ഈ മണ്ണിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ ആ രക്തത്തിന്റെ ശക്തിയെ തകർക്കുന്ന ഒരു രക്തം. തിരിച്ചറിഞ്ഞു. സ്തോത്രം. ചില ദൈവമക്കൾ ചിലർ ആരാധനയ്ക്ക് ഇരുന്ന പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ രക്തത്താൽ ജയം. ഒരാമയും വരുന്നില്ല. ഈ രക്തത്തിനകത്തൊരു ജയമുണ്ട്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പം സഭയെ പൗലോസ് ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ കാര്യം അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിനെ കൊണ്ടുപോകാൻ പറ്റും. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം ദൈവത്തിന് സ്തോത്രം 20-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. മുകളിലത്തെ വാക്യമൊക്കെ വായിക്കേണ്ടത്, പക്ഷെ അവിടെ തൊട്ട് ഞാൻ വായിക്കുക. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. യേശുവിനെ മരിച്ചവന്ന് ഉയർപ്പിച്ച സബ്ജക്റ്റാ വരുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. അത്യന്തം മീതെ ആരെ ഇരുത്തി? ദൈവം പുത്രനെ ഇരുത്തി. അടുത്ത കേട്ടോ, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. സകലതും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി. അവനെ സർവത്തിനും മീതെ തലയാക്കി. അപ്പൊ സഭയുടെ തല ആരാ? ക്രിസ്തുവാ. ഒരാമയും വരുന്നത്. സഭയുടെ തല ആരാ? അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, സഭയുടെ തല ക്രിസ്തുവാന്ന് പറ. ബൈബിളിൽ ഒരു സിസ്റ്റമുണ്ട്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അതാ ദൈവത്തിന്റെ സിസ്റ്റം. തിരിഞ്ഞല്ല, പലയിടത്തും തിരിഞ്ഞു കിടപ്പുണ്ട്, ഇന്ന് തിരിച്ചാക്കണം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം.
ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവ്വത്തിനു മീതെ തലയാക്കി. ഇനി അടുത്ത കേൾക്കണം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നു, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. ആരെ? പുത്രനെ. അപ്പം സഭ എന്താണ്? ക്രിസ്തുവിന്റെ ശരീര. ഒരാമീമേ. തല ആരാ? ക്രിസ്തു. ശരീരമാരാ? ദൈവത്തിന് ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിന് പറയാനുള്ള ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. നിന്നെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിച്ചതാ. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നടപ്പിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തത് ഈ രക്തമാണ്. നിന്നെ കൊണ്ടുവന്നിട്ട് നിന്റെ സഭയ്ക്കൊരു തലയുണ്ട്. ഈ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പം നമുക്ക് ഓർഡർ തരുന്ന എവിടുന്നാ? തലേന്നാ അല്ലേ? തലയാ പറയുന്നേ. നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടപ്പുണ്ട്, മാറി പോക്കണം. ഒരുത്തൻ അടിക്കാൻ വരുന്നുണ്ട്, തെക്കോട്ട് തിരിഞ്ഞു, തലയാ കൊടുക്കുന്ന നിർദ്ദേശം. സഡൻ ആക്ഷനാ. എല്ലാത്തിനും അനുവാദം ഓർഡർ കൊടുക്കുന്ന ആരാ? തലയാ. തലയായിരിക്കണം നിനക്ക് ഓർഡർ തരുന്നത്. അതുപോലെ നീ വഹിച്ചാൽ നിന്റെ ശരീരം പ്രശ്നങ്ങളെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും, നിന്റെ മനസ്സ് പ്രശ്നങ്ങളെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും, നിന്റെ ഹൃദയം പ്രശ്നങ്ങളെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തലയാകുന്ന ക്രിസ്തുവിൽ ആയിരിക്കണം നീ. ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ചെറിയ വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഞാൻ കൊണ്ടുവരാം. സ്തോത്രം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരിയുടെ കാര്യം മനസ്സിലാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം നമ്മൾ രക്തത്തിൻ്റെ വിലയാണ്. എന്താണ് രക്തത്തിൻ്റെ? നിങ്ങൾ കണ്ടില്ലേ ചില ദൈവമക്കൾ, സ്തോത്രം, ഈ നമ്മുടെ പാട്ടുകളിലൊരു പാട്ടാണ്, കുഞ്ഞാടിൻ തിരുരക്തത്താൽ ഒരു പാട്ടുണ്ട് ഇല്ലേ? കൂടെ അത് യോഗത്തിൽ പാടും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏത് പാട്ട് പാടിയാലും ആ പാട്ട് പാടുമ്പം ദൈവമക്കൾക്കൊരു പ്രത്യേക ഉന്മേഷവും ആരാധനയുള്ളൊരു പ്രത്യേക നിറവുമാണ്. അതെന്താ കാര്യം? നിന്റെ മുഴുവൻ വിജയത്തിൻ്റെയും പിമ്പിൽ ഈ രക്തമാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അത് മനസ്സിലാക്കാനായിട്ട് ഹല്ലേലൂയ. എബ്രായ ലേഖനം 9-ാം അധ്യായം എടുത്തേ. ഹീബ്രു ചാപ്റ്റർ 9 verse 14. 9-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ. അവിടെ തൊട്ട് ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കണ്ടോ? ഈ രക്തം പാപം കഴുകും, നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ജീവനുള്ള ദൈവത്തെ, ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആമീൻ പറയണം. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, മ്ലാനമായിട്ടിരിക്കേണ്ട നിനക്ക് ആരാധനയുടെ പ്രചോദനം നിന്റെ ഹൃദയത്തിനകത്ത് പകരുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു ആലോചന പറയാം. യേശു ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ. എന്തുവാ? അവയവങ്ങളാ. നീ സഭ ചേരണമെന്ന് വിചാരിച്ചതല്ല, ഈ ശരീരത്തോട് ഒരവയവമാക്കി നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുക. എൻ്റെ ശരീരത്തിൽ നോക്കിയ കൈയുണ്ട്, എൻ്റെ ശരീരത്തിൽ കാലുണ്ട്, എൻ്റെ ശരീരത്തിൽ കണ്ണുണ്ട്, എൻ്റെ ശരീരത്തിൽ വായുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശരീരത്തിൽ ചെവിയുണ്ട്, എന്തെല്ലാം അവയവങ്ങളുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ അവയവങ്ങളെല്ലാം കൂടെ ചേരുന്നതാ ഞാൻ. ഓ ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുകയാ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നാം ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമാ. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളാരും ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടുകൊണ്ട് വന്നതല്ല സഭയില്. മനസ്സിലാക്കണം, അതിൽ നിന്ന് തിരിച്ചറിയണം. ഓരോരുത്തർക്കും ഓരോ കഴിവാ. നിങ്ങൾ നോക്കിയേ, കൈക്ക് കൈയുടെ ഒരു കഴിവുണ്ട്, കണ്ണിന് കണ്ണിൻ്റെ ഒരു കഴിവുണ്ട്, ഇല്ലയോ? കൈ പറയുക
കൈയും വായും കൂടെ വഴക്കുണ്ടായി. ആ കയ്യോട് ചോദിക്കുക, നിന്നെ എന്തോയിന് കൊള്ളാടാ? ഇങ്ങനെ 1.5 ചാണ് നീളോ, എവിടെയെങ്കിലും കൊള്ളിപ്പിക്കാൻ പറ്റുമോ? എന്നെ നോക്ക്, എന്ത് ശാന്തമായ പൊസിഷനിലാണ് ഇരിക്കുന്നേ. എൻ്റെ കയ്യിലോട്ടൊരെണ്ണം താ, ഞാൻ ചവച്ചരച്ചിറക്കി തരാം. ഉടനെ കൈ ചിരിച്ചോണ്ട് പറയും, ഞാൻ മേപ്പോട്ട് തന്നില്ലേ, നീ എന്നായി? നിങ്ങൾ മിണ്ടുന്നില്ല. മനസ്സിലായി? സഭയിലെ ചെറിയവരും വലിയവരും, പണമുള്ളവനും പണമില്ലാത്തവനും, ഉന്നതനും പണ്ഡിതനും പാമരനും കുബേരനും കുചേരനും സഭയിൽ വേണം. കാരണം ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയാ. നിങ്ങൾ നോക്കിയേ, ആമി ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി ഒരു കാര്യം പറയാം. എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു, എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു. ഒരു 5-6 കുത്തിക്കെട്ട് കെട്ടിപ്പോയി വാ മേളിരുന്ന് പറയുക, അങ്ങനെ വേണം അവിടെ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നിന്റെ അഹങ്കാരോ ആണോ? അല്ല, കൈ കുത്തിക്കെട്ടിയാൽ ഉച്ചി വരെ പെരുക്കും. വാ പറയും, ഒന്നും വേണ്ട, കാരണം എന്നാ കൈ കൊണ്ട് വാരാൻ പറ്റത്തില്ല. എടാ, കയ്യല്ലയോ വാരുന്ന, വായല്ലേ ചവയ്ക്കുന്നേ? വേണ്ട, വാരാൻ വയ്യ, സ്പൂണിനകത്ത് മെല്ലെ മെല്ലെ താ. ഞാൻ മെല്ലെ മെല്ലെ. നിങ്ങൾ നോക്കിയേ, കൈ മുറിഞ്ഞു തുന്നിക്കെട്ടിയാൽ ദൈവത്തിന് സ്തോത്രം, അണപ്പല്ല് വരെ വേദന വരും. അതെന്നാ കാര്യം? ഈ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കണക്റ്റഡാ. ഒരു കൂട്ടുവിശ്വാസിയുടെ വീഴ്ച ചിരിക്കുന്നവനുണ്ടെങ്കിൽ നീ സഭയുടെ അംഗമല്ല, സാത്താൻ്റെ ഏജന്റാ. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ സഭയിൽ അംഗമാക്കിയത് നിന്റെ കൂട്ടത്തിൽ ഒരുവന് പ്രശ്നം വന്നാൽ അത് നിന്റെ പ്രശ്നമാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ദൈവം ഓരോന്നും ഉണ്ടാക്കിയേക്കുന്ന സിസ്റ്റം വ്യത്യസ്തമാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, ഹല്ലേലൂയ, ആമേൻ, നീ ദൈവത്തിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഞാൻ ഇനി ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ ദൂതിനെ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഒന്നുകൂടെ വായിച്ചേ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും, ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിൽ നിന്നും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഒരാളെ മാത്രമല്ല, ദൈവം നാനാ മതസ്ഥരെയും വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. അപ്പം അങ്ങനെ രക്തത്തിൻ്റെ വിലയാണ് ഇന്നിവിടെ ഇരിക്കുന്ന സഭ. ഇനി കർത്താവ് പറയാം, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അടുത്തിരിക്കുന്ന കൈയെടുത്ത് പറ, നിന്നെ ശത്രു ജയിക്കത്തില്ലെന്ന് പറ. ചിരിച്ചുകൊണ്ട് പറയണം, ഹല്ലേലൂയ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, തോറ്റെന്ന് നിനക്ക് തോന്നിയാലും നീ സഭയുടെ ഒരു അവയവമാണെങ്കിൽ നീ തോക്കത്തില്ല. കാരണം നിനക്ക് ഓർഡർ തരുന്നത് തലയാണ്. ഓ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നീ തോക്കത്തില്ല. നിന്നെ തോപ്പിക്കാൻ ചിലർ എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷേ ആത്മാവ് പറയുന്നു നീ തോക്കത്തില്ല. ഓ, ഹല്ലേലൂയ. എഴുതിയിട്ടോ, എവിടൊക്കെയോ ജയത്തിൻ്റെ കൊടി ഉയരാൻ പോവുക, എവിടൊക്കെയോ വിജയം തലപൊക്കാൻ പോകുകയാ, എവിടൊക്കെയോ ശത്രുവിൻ്റെ നിഗൂഢ പദ്ധതികൾ ചില്ലുകൊട്ടാരം പൊളിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ കൂടാരത്തിന് മുമ്പിൽ പൊളിഞ്ഞു വീഴാൻ പോവുക. ഒരു ചോദ്യം എന്നെ നോക്കിക്കേ. എൻ്റെ കൈ എൻ്റെ ശരീരവുമായിട്ട് കണക്റ്റഡാ ആണോ? ക്രിസ്തു എന്ന ശരീരത്തിൽ നിന്നാണ് എൻ്റെ എല്ലാ അവയവങ്ങളും. ഇതുപോലെ നീ അനാഥനല്ല. നീ സഭയുടെ തലയാകുന്ന ക്രിസ്തുവിലും ശരീരമാകുന്ന സഭയിലും നീ കണക്റ്റഡായി നിൽക്കുന്നത് കൊണ്ട് നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല.
അതാ വചനത്തിന്റെ റെവലേഷൻ. ഇത് നീ തിരിച്ചറിയണം. നീ അനാഥനല്ല. നിന്റെ ശരീരത്തിൽ നീ ക്രിസ്തു എന്ന ശരീരത്തിലെ അംഗമാണ്. ഇനി ആ വചനം വെച്ചോണ്ട് വേണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. അപ്പം ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവങ്ങൾ ചുമ്മാ കൈകൊട്ടി പാടിപ്പോയാൽ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം കൂടെ വായിക്കണം. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 31. ഹല്ലേലൂയ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെ ഈ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. സഭ ആത്മീക വർധനവ് പ്രാപിച്ചു. സഭ എന്ത് ചെയ്തു? ആത്മീക വർധന പ്രാപിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സഭയിൽ വരുമ്പം ഫ്രീസായി പോകാനല്ല സഭയിൽ വരുന്നത്, ആത്മീക വർധനവുണ്ടാകണം. എന്തുവാ? ഒന്നുകൂടെ പറഞ്ഞ എന്തുവാ? അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോട ആത്മീക വർധനവുണ്ടാകണം. എത്ര പേര് പറയുമെന്ന് എനിക്കറിയില്ല. ആത്മീക വർധനവുണ്ടാകണം. അതുകൊണ്ട് സഭയ്ക്കകത്ത് കൊരിന്തിലെ സഭയോട് പൗലോസ് പറയുമ്പം അപ്പൊ ഈ സ്തോത്രം ആത്മീയ വർധനവുണ്ടായി. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. സഭ പെരുകിക്കൊണ്ടിരുന്നു. മറ്റു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി. അതിന്റെ കാരണം എന്താ? സഭ കുറയുമല്ല, സഭ പെരുകണം. പെരുകണമെങ്കിൽ ഇനിയിപ്പോൾ പിണങ്ങുന്നൊരു കാര്യം പറയാൻ പോവാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. സ്തോത്രം. 1 കൊരിന്ത്യർ 12:28. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ. ദൈവസഭയിൽ ആരൊക്കെ വേണമെന്ന് നിർബന്ധമുണ്ട്. സ്തോത്രം. ദൈവസഭയിൽ പണമുള്ളവൻ വേണം, പണമില്ലാത്തവൻ വേണം. സ്തോത്രം. ദൈവസഭയിൽ കൃപാവര ഉള്ളവൻ വേണം, കൃപാവര ഇല്ലാത്തവൻ വേണം. ശ്രദ്ധിക്കണം. എല്ലാം ദൈവസഭയെ വേണം. ഈ കൊരിന്തിലെ സഭയിൽ ഒരു കൃപാവരത്തിനും അപ്പൊ തന്നെ അവിടെ വഴക്കാളികളുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരാളെ വെച്ചോണ്ടിരിക്കുന്ന ആളുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പുസ്തകം പഠിച്ചാൽ കാണും. ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്നു? കൊരിന്തിലെ സഹകരിക്കണം. കൊരിന്തിലെ സഭയിലെ ഒപ്പം തന്നെ ആ സഭയിൽ ഒരു കൃപാവരത്തിനും കുറവില്ലായിരുന്നു ആ സഭ. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം. പഞ്ചായത്തിലുള്ള എല്ലാവരും നന്നായൊന്ന് നോക്കിയേച്ച് നിന്റെ കൃപാവരം ജ്വലിപ്പിക്കാൻ പറ്റുകയില്ല. അഴുക്കുള്ളവൻ ഇനി അഴുക്കാവും. വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവസഭയില് വായിച്ചേ. ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. അപ്പൊ പ്രവാചകന്മാരെ വാടകയ്ക്ക് എടുക്കുവല്ല വേണ്ടത്, സഭയിൽ എന്തുണ്ടാകണം? പ്രവാചകന്മാർ. അതുണ്ടാകണമെങ്കിൽ സഭ ആത്മീക വർധനവിലെത്തണം. സ്തോത്രം, സ്തോത്രം. മനസ്സിലായോ? ഈ പൗലോസ് പറയുന്നതിന് ഭാഗം പ്രവചന വരം വാഞ്ചിപ്പീൻ. സ്തോത്രം. എനിക്കെന്തോ ദൈവാത്മാവിന് ബോധ്യം തരിക, ഈ സഭ ഈ നാളുകളിൽ ഒരു കൃപാവരത്തിന്റെ ലെവലിലോട്ട് സഭയൊന്ന് ഉണരാൻ പോവുകയാണ്. കൈയടിച്ച് പിരിയുവല്ല, ഇതിനകത്ത് പ്രവാചകന്മാർ എഴുന്നേക്കും. രോഗശാന്തി വരപ്രാപ്തി. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. പ്രവചനത്തിന് വേറൊരാളെ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവരണമെന്നല്ല, ദൈവസഭയിൽ എന്തുണ്ട്? ഈ പൗലോസ് പറയുന്നുണ്ട്, വിശേഷാൽ പ്രവചന വരം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോഴേ ഈ ഭൗതിക കാര്യമോർത്ത് സത്യത്തിൽ ഒരു ടെൻഷനും എടുക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എനിക്ക് ബൈബിൾ പഠിപ്പിക്കുന്ന അറിയത്തുള്ളൂ. നിന്റെ സമ്പത്തിനെ ഓർത്ത് എന്നും നീ കരഞ്ഞുകൊണ്ടിരിക്കണം,
അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരച്ചില് 21 ദിവസം കഴിയുമ്പം നിനക്ക് വേണ്ടി ഒരു ചെറിയ മന്ന പൊഴിച്ചു തരും, പിന്നെയും അടുത്തതിന് കരഞ്ഞോണം. അങ്ങനെ ബൈബിളിലില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്ക, അതോടുകൂടെ മുകളിലൊരു വലിയ ലിസ്റ്റ് ഇട്ടേച്ച് പറയാ, അതെല്ലാം നിനക്കുണ്ടാകും. സത്യത്തിൽ ഞാനൊരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തതെന്ന് ഞാൻ പഠിപ്പിക്കുകയില്ല. ഒരു ഭൗതിക വിഷയം ഓർത്തും കരയണ്ട, ആത്മീയ വിഷയം ഓർത്ത് കരഞ്ഞാ മതി. നിന്നിൽ കൃപാവരങ്ങൾ എപ്പോൾ ജ്വലിക്കുമോ, എപ്പോൾ നിന്നിൽ ആത്മീക വർധനമുണ്ടാകുമോ, അപ്പോൾ മുതൽ നിന്റെ ഭൗതിക കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടക്കും. ചില ആൾക്കാരൊക്കെ പറയും, ഇതൊക്കെ ഈ പലരും യോഗത്തിന് വരുന്നത് തന്നെ ഈ വീടിൻ്റെ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാനാണ്. പക്ഷെ യോഗത്തിന് വരുന്നതോറും ഈ ലോൺ അങ്ങ് നീളുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ തുറന്നു പറയുകയാണേ, നമുക്ക് വഴി തുറക്കാനും ജോലി കിട്ടാനും ഒന്നും യോഗത്തിന് വരരുത്. അതിനിടയ്ക്ക് ചിലരൊക്കെ വന്ന് വാങ്ങിച്ചോട്ട് പോക്കട്ടെ. സഭയിലെ അംഗങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സത്യത്തിൽ യോഗത്തിൽ വരേണ്ടത് ആത്മീക വർധനവിനായിരിക്കണം. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ ലെവല് മാറും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളാരും ചിന്തിക്കുന്ന പൊട്ട ബുദ്ധിയല്ല ദൈവം വെച്ചേക്കുന്നത്. എനിക്കെന്തോ ദൈവാത്മാവ് ബോധ്യം തരിക, ഇതിനകത്തിരിക്കുന്ന ചിലരെ അല്പകാലത്തിനുള്ളിൽ പുതിയ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പേരൊരു പുതിയ കൃപ വ്യാപരിക്കണം? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ബെഡ്റൂം സ്വപ്നമുറിയാകാൻ പോവുക? റബല ഘടമനമല ദുസ്വപ്നങ്ങൾ കാണിക്കുന്ന പൈശാചിക തലങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ദൈവം ക്യാൻസൽ ചെയ്യുക. വിശ്വാസമുണ്ട്, നിനക്ക് ദൈവം സ്വപ്നങ്ങൾ തരും. നിന്റെ കുഞ്ഞിനെ കുറിച്ചൊരു സ്വപ്നം, നിന്റെ വീടിനെ കുറിച്ച്. തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, ആത്മീയ വർധനവിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചേ. ഗ്ലോറി ടു ഗോഡ്. ആത്മീയ വർധനവിന് ഞാൻ ഇതിനകത്തൊരു ആത്മക്കണ്ണുകൊണ്ടൊരു കാഴ്ച കാണുക. ജീസസ് ചിലരുടെ മുരടിച്ച പ്രയർ ലൈഫ് ദൈവം തമ്പുരാൻ പച്ച പിടിപ്പിച്ചെടുക്കാൻ പോവാ. നിന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത സകല സ്പിരിറ്റും നിന്റെ കാൽക്കീഴിൽ അമരാൻ പോവാ. അങ്ങനെ ഒരു പ്രാർത്ഥനാ വരം, രക്തം ചെയ്യാം. നിന്നെ മുരടിപ്പിച്ച്, നിന്റെ കഴിവുകളെ ബന്ധിച്ച്, നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ച്, നിന്റെ അഭിഷേകത്തെ ബന്ധിച്ച് പോരാടുന്ന ദുഷ്ടശക്തി പൊട്ടിയിട്ട് കൃപാവരങ്ങൾ ചിലരെ സംതിങ് ഹാപ്പൻഡ്. ഇന്ന് ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരിൽ ദൈവാത്മാവ് ആരംഭിക്കുന്നു. ചിലതൊക്കെ എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് കൊതിയുണ്ടോ ഇപ്പോഴുള്ള അന്തരീക്ഷം ഒന്ന് മാറണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങൾക്കറിയാമോ, മമ്രയുടെ തോപ്പിൽ 3 ദൂതന്മാർ ഇറങ്ങി വന്നു. എന്തിനാണെന്നറിയാമോ? അബ്രഹാമിൻ്റെ വീട്ടിലെ എല്ലാ അന്തരീക്ഷങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്യാൻ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ചില വീട് തള്ളി തുറന്ന് ദൈവം നിന്റെ വീട്ടിൽ വരാൻ പോവാ. എന്താ ഇങ്ങനെ നീ ഇരുന്നാ പറ്റത്തില്ല, നിന്നെ ഉണർത്തിയേ പറ്റൂ. യെസ്. ചിലരുടെ മേൽ അസാധാരണമായ ദൈവകൃപ നിന്റെ വീട് ദേശത്ത് പ്രകാശിക്കാൻ പോവുക. അല്പനിമിഷം സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ, അല്പനിമിഷം ആരാധിക്കാമെങ്കിൽ ആരാധിച്ചോ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ദൂത് തരുന്നേ. എനിക്കറിയാം ഇതിനകത്ത് ചിലരുടെ മേൽ വലിയ യേശുവിൻ്റെ നാമത്തിൽ ഈ
എനിക്ക് ആത്മാവിൽ കാണാൻ കർത്താവ് ഇതിനകത്തോട് ഇങ്ങനെ ഇറങ്ങി നടക്കുക. ചിലർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. കർത്താവ് നിനക്ക് ചിലത് തുറന്ന് വെക്കാൻ പോവുക, പിന്നെ അത് അടച്ചു വെക്കാൻ ആർക്കും കഴിയത്തില്ല. ആ കണ്ണാടി വെച്ച് ആൻറ്റി ഒന്ന് കൈ പൊക്കാവോ? തിരിഞ്ഞു നോക്കി ആൻറ്റി തന്നെ. കൈ പൊക്കിയാലും മതി. ഞാനൊരു കാഴ്ച കാണുകയാണേ. ജീസസ്, നിന്റെ വലത്തെ കൈ നിന്റെ ചെവിയുടെ താഴെ ഇങ്ങനെ ഒന്ന് പൊത്തിപ്പിടിക്കാവോ? ഇങ്ങനെ ദൈവം നിന്റെ അത്രയും ഭാഗത്തെ പൊത്തിപ്പിടിക്കുക. നിനക്ക് അവിടെ വല്ല പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശു എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. ദൈവത്തിൻ്റെ കൈ അവിടെ വന്ന് നിന്റെ ചെവിയെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ആ കൈ എടുത്തിട്ടില്ല. കഴിഞ്ഞ 7 മിനിറ്റായിട്ട് യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഒരു സ്പർശനത്തിലൂടെ ദൈവം കൊണ്ടുപോകുക. അവിടെ ഒരു സൗഖ്യം. യേശു അവിടെ ആൻറ്റി, അവിടെ ഒരു സൗഖ്യം ആവശ്യമാണോ? ആണോ 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 അവിടെ ഒരു പ്രശ്നമുണ്ടോ? ജീസസ്, നിന്റെ ഒരു അവയവത്തിനും ദൈവം തൊട്ടില്ല, പക്ഷെ അവിടെ തന്നെ വന്ന് തൊട്ട്. ചെവി, ആ ചെവിയുടെ കേൾവി കുറവാ. യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുമ്പോൾ ചിലരോട് ദൈവം സംസാരിക്കുക. ഞാൻ കാണുന്നതെല്ലാം ആത്മീയ കാഴ്ചകളാണ്. ഇതിനകത്ത് ചില വിടുതലുകൾ സംഭവിക്കാമോ? അച്ഛാ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കാവോ? കണ്ണാടി വെച്ച് അച്ഛൻ, നിനക്ക് കൃപകളും വരങ്ങളും തന്ന് നിന്നെ അനേകരോട് ദർശനങ്ങൾ പറയുന്നവനാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ വീടിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ ആദ്യം നിനക്ക് കാണിച്ചു തരും. എനിക്കറിയാം ഇതിനകം ഒരു വലിയ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാണ്. റോസ് കാഫ് കൂട്ടിയ പുള്ളിക്കാരത്തി ഒന്ന് കൈപൊക്കി പിടിച്ച്, നിന്റെ നടുവിനൊരു പ്രശ്നമുണ്ടോ? ഇപ്പോൾ ആ നടു തമ്മിൽ ചേരുന്ന ഭാഗത്ത് കത്തിക്ക് കുത്തുന്ന പോലുള്ള നിന്റെ വേദന ഈ നിമിഷം ഹീലാകും. യേശുവിന് ഞാനൊരു കാര്യം ആത്മാവിൽ കണ്ടുകൊണ്ടാ പറയുന്നത്. എനിക്കൊരു വെളിപ്പാട് ദൈവം തരുന്നു. ഇതിനകത്ത് കൃപകളും വരങ്ങളുമുള്ള യേശുവിന്റെ നാമത്തിൽ ഇവിടുത്തെ അന്തരീക്ഷം മാറുകയാ. എന്നോട് ദൈവം പറയാം, ചില വീടുകൾക്കകത്ത് ഇനി പിശാചിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ചില കുടുംബജീവിതത്തിനകത്ത് ഇനിയും സാത്താന് Holy Spirit, Holy Spirit, Holy Spirit, Rata Satana. അല്പസമയ സഭ അന്യഭാഷയിലെന്ന് പ്രാർത്ഥിച്ച് ലാഥ സഥാന. ഇവിടെയുള്ള ദൈവമക്കളെല്ലാം, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അന്യഭാഷ അടക്കി വെക്കാനല്ല, അത് ലഭിക്കാത്തവർ യേശുവിന്റെ രക്തം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചേ. കണ്ടോ, ആരുടെയൊക്കെയോ കിഡ്നിയെ ദൈവം തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. ചില ലിവർ സിറോസിസ്, ദ നെയിം ഓഫ് ജീസസ്. എന്നോട് ദൈവം പറയും, ചില ഉദരങ്ങളെ ദൈവം തൊട്ടിട്ട് അടുത്ത 11 മാസത്തിനകം നിന്റെ ഉദരത്തിൽ ഒരു ആൺ സന്തതി. ഹോളി സ്പിരിറ്റ്, ഇതിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുക. ഒരു ശൗമേൽ ബാലൻ പുറത്തു വരാൻ പോകുന്നു. എനിക്കെന്തോ ദൈവാത്മാവ് ദൂതുത. യെസ്, യേശുവിന്റെ നാമത്തില് പല പ്രാവശ്യം റിജക്ഷനായ ചില വിസകൾ, റിജക്ഷൻ മേഖല മാറാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ യാത്രയുടെ തടസ്സങ്ങൾ ഇന്ന് ബ്രേക്ക് ആകാൻ പോവുക. ഒരു കൃപാവനത്തിലും ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. അപ്പൊ ദൈവസഭയാണെങ്കിൽ ആ സഭയിൽ ആര് വേണം? അപ്പോസ്തലൻ വേണം. വിശ്വാസി തട്ടിക്കളിക്കുന്ന ഉപദേശിയാകരുത്. അപ്പോസ്തലൻ ആരാന്നൊക്കെ വേറെ ഭാഗത്തുണ്ട്. അപ്പപ്പ സ്ഥലത്തുള്ളവനല്ല. മിണ്ടുന്നില്ല. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അപ്പപ്പം അല്ല. അപ്പോസ്തലന്റെ ലക്ഷണം ബൈബിളിലുണ്ട്. ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ പറയണ്ട. എവിടാ കണ്ടുപിടിക്കും, വീട്ടിൽ പോയിരുന്നു. ദൈവസഭയിലും അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും
അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. അപ്പോസ്തലന്റെ ലക്ഷണം പൂർണ്ണ സഹിഷ്ണുത. കൊല്ലാൻ വന്നാലും മിണ്ടാതിരുന്നോ. ഭയങ്കര സഹിഷ്ണുത. നിന്നെ ഞാൻ തട്ടും, സമയം പറഞ്ഞു വെച്ച് പോരെ. നിന്നെ ഞാൻ എഴുതി നശിപ്പിക്കും, ഇഷ്ടം പോലെ എഴുതിക്കും. നിന്നെ പറഞ്ഞ് ഞാൻ നശിപ്പിക്കും, ചെയ്താട്ടെ. അവർക്ക് ചെയ്യാൻ പറ്റും, നോക്കി അവര് ചെയ്യട്ടെ. അവര് ചെയ്യുന്നെന്ന് പറഞ്ഞ് നീ എന്തിനാ പരിക്കാത്ത കയറുന്നു? നിനക്ക് ചെയ്യാൻ ഏൽപ്പിച്ചത് നീ ചെയ്യും. പറ്റുന്നില്ലല്ലോ. നിന്റെ അയലോകത്ത് ഒരാളിരുന്ന് നിന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചേക്കുവാ. അവര് നശിപ്പിക്കാൻ പോവാണ്ട് ഞാനിനി ലോകത്തിന് പോകത്തില്ല. അങ്ങനെ അവര് നശിപ്പിക്കാൻ എഴുന്നേക്കട്ടെ. ആര് ജയിക്കുമെന്നറിയാലോ. ഒന്നും മിണ്ടുന്നില്ല. ആരൊക്കെ നിന്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ നോക്കിയാലും നീ മങ്ങരുത്. അവരുടെ മുമ്പിൽ ജ്വലിച്ചു പ്രകാശിക്കണം. കോട്ടയത്ത് ഒരു കാര്യം പറഞ്ഞു. ഈ സ്തേഫാനോസിനെ ഇവന്മാരെല്ലാം കൂടി ഇങ്ങനെ കല്ലെടുത്ത് പല്ല് കടിച്ചെറിയാൻ നിൽക്കുക. പിന്നെ സ്തേഫാനോസ് പറയുക, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഓ, യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നു. മഹത്വം ഇറങ്ങി നിൽക്കുന്നത് കാണും. എറിയാൻ വന്നവർ അന്ന് 3 ഏറ് കൂടുതൽ എറിയും. അപ്പൊ സാം എന്നോട് പറയുക, സ്തോത്രം അനിപ്പാഷേ, ഭയങ്കര പോരാട്ടമാണല്ലോ. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഭയങ്കര വെല്ലുവിളി ഉണ്ടല്ലോ. ഓ, ആകാശം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ദൈവഭക്തം. പുള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ വേറെ തലത്തില. മനസ്സിലായോ? നാട്ടുകാര് പറയുന്ന കേട്ട് നീ നിന്റെ പ്രയർ വീട്ടിൽ നിർത്തരുത്. യോസഫിനെതിരെ ലുങ്കി തെളിവുണ്ട്. പക്ഷെ ദൈവം യോസഫിനോട് പറഞ്ഞു, നീ മിണ്ടാതിരിഞ്ഞോ, ഞാൻ തെളിയിച്ചോളാം. അപ്പോസ്തലന്റെ ലക്ഷണമോ? അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങൾ അത്ഭുതങ്ങൾ വീര്യപ്രവർത്തികൾ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അങ്ങനെ വെളിപ്പെടണം. അത്ഭുതം വെളിപ്പെടണം. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം തന്നെയാണ് ഞാൻ വായിക്കുന്നത്. അപ്പോസ്തലന്റെ ലക്ഷണം അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി. ഇതെല്ലാം എവിടെ വേണമെന്നാ? അല്ല, ദൈവസഭയ്ക്ക് എല്ലാവരും കൂടി 2 പാട്ട് പാടി വെച്ച് കഴിഞ്ഞ ആഴ്ച ദൈവം നല്ലവനാണെന്ന് വല്ലഭനാണെന്ന് ഓമയ്ക്ക് കുത്തിയപ്പം ഓമയ്ക്ക എൻ്റെ ദേഹത്തിന് നേരെ വന്നപ്പം മാറാൻ കൃപ ചെയ്തു, സ്തോത്രം എന്ന് പറഞ്ഞാൽ ചിരിക്കരുത്. സഭയിൽ അപ്പോസ്തോലൻ വേണം. അപ്പപ്പ സ്ഥലത്തുള്ള ആളല്ല അപ്പോസ്തോലൻ. അപ്പോസ്തോലന്റെ ലക്ഷണം കട എഴുതിക്കോ. അമ്മേ, അപ്പോസ്തോലൻ അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ ലേഖനത്തിലേക്ക് പോ. അപ്പോസ്തലൻ അമ്മേ, ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. രണ്ടാമത് ആര് വേണം? പ്രവാചകൻ. ഒരു പ്രവചനം കേൾക്കാനായിട്ട്, അയ്യോ ദൈവം ഒന്ന് സംസാരിക്കാനായിട്ട് റാന്നിന്ന് ഒരാളെ ഇറക്കാൻ പോവാ. ഭയങ്കര പ്രവാചനം. അതല്ല ഇവിടെ ഉണ്ടാകണമെന്നാ ബൈബിള്. എന്തുവാ? ഞാൻ പ്രവചിച്ച ഇവരെന്തോ വിചാരിക്കും. എടാ, ഇവര് വിചാരിക്കുന്നല്ലേ, ദൈവം എന്തോ വിചാരിക്കും. നീന്തീര് ദൈവത്തിന് ഇഷ്ടമാണ് നീ പ്രവചിക്കുന്നേ. പ്രവാചകൻ. മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഉപദേശിക്കുന്നവർ. ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കണം. പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ഇതെല്ലാം സഭ വേണം. അങ്ങനെയുള്ള സഭയാണ് ബൈബിളിലെ യഥാർത്ഥ ദൈവസഭ. മിണ്ടുന്നില്ല. അല്ലാതെ യോഗം കഴിഞ്ഞ് കമ്മിറ്റി കൂടി അടിയുണ്ടാക്കുന്നതല്ല സഭ. പിടികിട്ടിയ സഭ കൃപാവരമുള്ള സഭയാകണം. പ്രസംഗം നിർത്തുക. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഹല്ലേലൂയ. രക്തം വിലയ്ക്ക് തന്നത് എന്തിനാ? നീ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം. പ്രാർത്ഥിച്ചാൽ വിടുതലുകൾ നടക്കണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവർ അത്ഭുതങ്ങളാലും അടയാളങ്ങളും വീര്യപ്രവൃത്തികളിലും വചനം ഉറപ്പിച്ചത്. വചനം ഉറപ്പിക്കാൻ അത്ഭുതം, വചനം ഉറപ്പിക്കാനാ വീര്യപ്രവൃത്തി. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ കൃപാവരമായിരിക്കും
ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആഗ്രഹമുണ്ടോ കൃപാവരത്താൽ നിറയാൻ? ആഗ്രഹമുണ്ടോ നിന്റെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് കൃപാവരം ജ്വലിക്കണം? നിന്റെ വീടിനകത്ത് കൃപാവരം ജ്വലിക്കണം. ഒരാൾക്കല്ല, എല്ലാവർക്കും ആ വരമുണ്ടാകട്ടെ. പ്രാർത്ഥനാ വരം, പ്രാർത്ഥിക്കുന്ന കൃപ ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ പ്രവൃത്തി നടക്കട്ടെ.